ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ബീഫ് പൊരിച്ച ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആവാറായി. അപ്പോൾ പല ടൈപ്പ് ബിരിയാണി നിങ്ങളെ മൈൻഡിൽ കരുതിയിട്ടുണ്ടാവില്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു ബീഫ് പൊരിച്ച ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സവാള ഞാൻ ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം വലുപ്പമുള്ള 6 സവാള. അപ്പോൾ നല്ല വലുപ്പമുള്ളതാണെങ്കിൽ 5 എണ്ണായാലും മതിയാവും കേട്ടോ. പിന്നെ ഓരോരുത്തരും മസാലകൾ ചിലവർ ഓവറായിട്ട് മസാല കൂട്ടുന്നവരുണ്ടാവും, ചിലവർ അങ്ങനെ ഓവർ കൂട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്താം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ സവാളയും ഇതുപോലെ മൊത്തത്തിൽ നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സവാളയുടെ പകുതി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് മസാലയിൽ ചേർക്കുന്നത്. പകുതി നമ്മൾ നോർമൽ മസാല വഴറ്റി എടുത്തിട്ടും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാനിത് ഈ ഒരു പ്ലേറ്റിലേക്ക് 2 ബൾബ് വെളുത്തുള്ളി, അതായത് 2 കൂടം വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള സൈസ് 2 ബൾബ് വെളുത്തുള്ളിയാണ്. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3-4 ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ നേരെ പകുതിയായിട്ട് ഇഞ്ചിയും പിന്നെ ഏകദേശം ഒരു 10-14 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എരിവ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ, മാറ്റം വരുത്തുക. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങനെ അരഞ്ഞ് പേസ്റ്റ് ആക്കിയിട്ട് ബിരിയാണിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാനിതൊരു 4 മീഡിയം വലുപ്പമുള്ള തക്കാളി, അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ബിരിയാണിക്ക് എപ്പോഴും എടുക്കുക കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം മെയിനായിട്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ ബിരിയാണി പരിപാടി ഈസി ആയിട്ട് കഴിഞ്ഞോളും കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്തത് ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് തന്നെ എടുക്കണം കേട്ടോ, എങ്കിലേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബോൺലെസ്സോട് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സ് ഇല്ലേ, അതിൽ നിന്ന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഈ ഒരു ബീഫിലേക്ക് ചേർക്കാം കേട്ടോ. ബാക്കി ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം, നമുക്ക് മസാലയിൽ ചേർക്കാനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/4 കപ്പോളം പച്ചവെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ബീഫ് ബിരിയാണി വെക്കുന്ന സമയത്ത് ബീഫ് വേവിക്കുമ്പോൾ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാറില്ല, പക്ഷേ ഇതിൽ നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ. നമുക്കിതിൻ്റെ സ്റ്റോക്ക് വാട്ടർ കുറച്ച് ആവശ്യമുണ്ട് നമുക്ക് മസാലയിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സാധാരണ നോർമൽ നിങ്ങൾ ബീഫ് വേവാൻ എത്രത്തോളം വിസിൽ വേണം അതിനനുസരിച്ച് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 5 വിസിലോളം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഒരു ബീഫ് വേവാൻ ആവശ്യമുള്ളൂ. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ, അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തത് ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായ സമയത്തേക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ബിരിയാണിക്ക് ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചേർക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ബിരിയാണിയും മസാലയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റ് വീണ്ടും ഒഴിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നുള്ള ഓയിൽ തന്നെ ഇത് നമ്മൾ വേസ്റ്റ് ആവുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, അതിലേക്ക് നമുക്ക് എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ അതിൻ്റെ നേരെ പകുതി, ഏകദേശം നമ്മൾ 6 സവാള കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 സവാളയോളം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് കൈകൊണ്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അറിയാലോ എല്ലാവർക്കും ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ സവാള ഒന്ന് ഇടയ്ക്കിടെ ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയൊന്ന് കോരിയെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ പകുതി സവാളയോളം ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഇത് മൊത്തത്തിൽ ഞാൻ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു 3 പകുതി സവാളയോളം ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാനിതാ വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടും പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ദം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, നമുക്ക് ലാസ്റ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ട് ഞാൻ ബീഫ് മാത്രം എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവി ഇല്ലേ, സ്റ്റോക്ക് വാട്ടർ, അത് ഞാൻ കുക്കറിൽ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബീഫ് ഇങ്ങനെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഈ ഒരു സമയത്താണ് ചേർക്കാൻ പാടുള്ളൂ, പിന്നെ ഒരുപാട് കൂടുകയും വേണ്ട. അപ്പോൾ നമ്മുടെ മസാലയുടെ കളറൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവുകയും ചെയ്യും, ടേസ്റ്റും മാറിപ്പോകും കേട്ടോ. മുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ഇടാം. ഏകദേശം 1.5
2 ടേബിൾ സ്പൂൺ അത്രമാത്രം മതി കേട്ടോ. പിന്നെ ഇതാ മുളക് പൊടി കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഏകദേശം ഒരു 2-3 പിഞ്ച് ഉപ്പ്, ഒരുപാട് കൂടണ്ട കാരണം ഓൾറെഡി നമ്മുടെ ആ ഒരു ബീഫിൽ ഉപ്പ് ഉണ്ടല്ലോ. കുറച്ചൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയം നമ്മുടെ സ്റ്റോക്ക് വാട്ടർ ഇതാ കുക്കറിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ നമുക്ക് മസാലയിലേക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയില്ല, അത് തന്നെയാണ് കേട്ടോ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് എണ്ണ വെച്ചിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക മുക്കി പൊരിച്ചെടുക്കാമെന്ന് പറയില്ല, അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. കാരണം ഓൾറെഡി വെന്ത ബീഫാണല്ലോ, ചെറിയൊരു രീതിക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ മസാല റെഡിയാക്കിയിട്ടുള്ള ബീഫ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് എത്രത്തോളം നിങ്ങൾക്ക് മൊരിയണം അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഇളക്കി ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ കോഴി പൊരിച്ച ബിരിയാണിയില്ല, അത് നല്ല ടേസ്റ്റല്ലേ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ബീഫ് പൊരിച്ച ബിരിയാണി. അങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചിലർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും, ചിലർക്ക് സോഫ്റ്റായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഇത് നല്ലപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കി തുടങ്ങാം. ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായ സമയത്ത് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിക്കുന്നുള്ളൂ. ഇനി ഒരു എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി സവാളയിലെ പകുതിയോളം അത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സവാള ഇതാ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിന് നന്നായിട്ട് അങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ചെറിയ രീതിക്കൊന്നും കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതില്ലേ ബാക്കി വെച്ച് അത് മൊത്തത്തിലായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ട് തന്നെ മാറി കിട്ടണം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതൊന്നുകൂടി അങ്ങ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ, നല്ല സോഫ്റ്റ് ആക്കിയിട്ടെ. അങ്ങനെ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക മൊത്തത്തിൽ. അപ്പോൾ ഇത്രയായതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫില്ലേ അത് ഈ ഒരു ടൈമിൽ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് ദം ചെയ്യാനുള്ള ആ ഒരു പോർഷൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് എടുക്കാം. പിന്നെ നമ്മൾ കുക്കറിലുള്ള ആ ഒരു സ്റ്റോക്ക് വാട്ടറില്ല അത് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു സ്റ്റോക്ക് വാട്ടറൊക്കെ ചേർത്തതിന് ശേഷം മാത്രം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇട്ടതാണല്ലോ നമ്മൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് കുറവായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുളി കുറവുള്ളതായതുകൊണ്ട് 1/4 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. പുളി കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം മല്ലിയിലയും പിന്നെ അതിൻ്റെ കുറച്ച് നേരം പകുതിയായിട്ട് അങ്ങനെ പുതിനയില ഓവറായിട്ട് വേണ്ട കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ നോക്കിയിട്ട് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ചേർക്കുക കേട്ടോ. കാരണം ഓരോ പൊടിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഫ്ലേവറിൻ്റെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ചെറുനാരങ്ങ നീര് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ സൈസ് ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ പുളി കുറവുള്ള തൈരല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുളി കൂടുതലുള്ള തൈരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചെറുനാരങ്ങ നീരൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ അളവിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് പൊരിച്ച മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പോ ഗരം മസാലപ്പൊടി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് അവിടെ മാറ്റി വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റ് ആയിക്കോട്ടെ.
അല്ലെങ്കിൽ ഫ്ലെയിം അവിടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം അവിടെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാലും മതി. നമുക്ക് ദം ചെയ്യുന്ന സമയത്തല്ലേ ഇനിയിപ്പോൾ ഈ ഒരു മസാല ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റൈസ്, അതായത് നെയ്ച്ചോറ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 5 കപ്പ് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് എടുക്കുക കേട്ടോ. നമ്മുടെ തലശ്ശേരി കണ്ണൂർ ബിരിയാണിയൊക്കെ വെക്കുന്ന അരി അറിയാമല്ലോ. ഇതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. ഇതല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ 1 കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണിയുടെ വെള്ളമൊക്കെ തിളക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു അരി കഴുകിയെടുത്താൽ മതി കേട്ടോ. മുന്നേ കഴുകി അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ ചൂടായ സമയത്ത് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എക്സ്ട്രാ ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ബിരിയാണിക്ക് നെയ്യുടെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളയുടെ നേരെ പകുതിയോളം കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ കളറും മാറൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരിക, അത്രമാത്രം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4-5 ഏലക്കായും 5-6 ഗ്രാമ്പൂ, പിന്നെ 2-3 പീസ് അളവ് ചെറിയ ചെറിയ പട്ടയും കൂടി ഇട്ടിടുന്നുണ്ട്. പിന്നെ ബേ ലീഫൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക, ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ 5 കപ്പ് അരിയാണ്, 250 ml മെഷറിംഗ് കപ്പിൽ 5 കപ്പ് അരിയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ എടുക്കാറ് ഈ ഒരു അരിക്ക്. അപ്പോൾ ഇതാ ചേർത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെള്ളം അങ്ങ് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു വെള്ളം തിളക്കുന്ന സമയം കൂടെ നമുക്കൊന്ന് അരി കഴുകിയെടുക്കാം നന്നായിട്ട്. അങ്ങനെ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി വെള്ളം മൊത്തത്തിൽ ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അരി ഇട്ട് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് എപ്പോഴും നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ബിരിയാണി വെക്കുമ്പോൾ ഉപ്പിടണം കേട്ടോ. കാരണം എങ്കിൽ അരി വേവുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം കറക്റ്റാണ് കേട്ടോ. ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ തിള വന്നു കഴിഞ്ഞാലാണ് അടച്ച് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അറിയാലോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. വെള്ളം വറ്റി വന്നതിന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്നങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിഞ്ഞിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഇത് അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല നമ്മുടെ വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ നല്ല സൈഡൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് അരി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ എപ്പോഴും വെള്ളം ഓവറായിട്ട് ഡ്രൈ ആയി വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ. മുകളിൽ ഇതുപോലെ ചെറിയ രീതിക്കൊന്ന് വെള്ളത്തിൻ്റെ അംശം കാണണം. ആ ഒരു രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് ബാക്കിയുള്ള അരിയും കൂടി ഈ ഒരു വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പ് തുറന്ന് ചെക്ക് ചെയ്ത് മൊത്തത്തിൽ ഇളക്കിയിടുമ്പോൾ കണ്ടില്ലേ നെയ്ച്ചോറ് നന്നായിട്ട് അങ്ങ് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദം ചെയ്യേണ്ട പരിപാടി കേട്ടേ ഉള്ളൂ. അപ്പോൾ ദം ചെയ്യാനെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നേരത്തെ മസാല ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ റൈസിൻ്റെ നേരെ പകുതിയോളം ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ പകുതിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ട് ഇടണം കേട്ടോ, എങ്കിലേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആ ഒരു സവാള, പിന്നെ കുറച്ച് മല്ലിയിൽ ഒക്കെ കൂടിയിട്ട് അങ്ങ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സൈഡിലെത്തുന്ന രീതിയിൽ. പിന്നെ സെക്കൻഡ് ലെയറായിട്ട് വീണ്ടും നമ്മുടെ റൈസില്ലേ അത് ബാക്കി മൊത്തത്തിലായിട്ട് ഒരു സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒരു യെല്ലോ കളർ അവിടെ ഇവിടെയൊക്കെ കിട്ടാൻ വേണ്ടി ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും മല്ലിയിലും അണ്ടിപ്പരിപ്പും മുന്തിരി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്.
എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ദം പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ റൈസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതാ ഞാൻ നല്ലപോലെ ടൈറ്റായിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോളിൽ അടപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കുക, ഒന്ന് ദമ്മായി കിട്ടാൻ വേണ്ടി. ഒരു 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്താൽ മതി. എങ്കിലേ കറക്റ്റ് ആ ഒരു ദമ്മായിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് പൊരിച്ച ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ദമ്മായി എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സമയമാകുമ്പോൾക്ക് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. പതുക്കെ മുകളിൽ നിന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അറിയാമല്ലോ നമ്മുടെ തലശ്ശേരി ബിരിയാണി പൊതുവേ സെർവ് ചെയ്യാറ് ചോറ് വേറെ മസാല വേറെ ആക്കിയിട്ട് എങ്ങനെ വിളമ്പോ മിക്സാക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് വേറൊരു പാനിലേക്ക് റൈസ് മൊത്തത്തിൽ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം നമ്മൾ നെയ്ച്ചോറ് വെച്ച ആ ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അടിയിൽ ആ ഒരു ഗ്രേവി നമ്മുടെ ചോറിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അവർ ദം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ റൈസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മസാലയുടെ അടിയിലായിട്ട് കുറച്ച് ചോറ് ഇതുപോലെ കിടപ്പുണ്ടാകും കേട്ടോ. അത് നിങ്ങൾ അതിൽ തന്നെ വെച്ച് കേട്ടോ. നമുക്ക് വിളമ്പുന്ന സമയത്ത് അങ്ങനെ വിളമ്പുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊത്തത്തിൽ ഞാൻ ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി റൈസാണ് കേട്ടോ. ഒന്നും പരസ്പരം ഇട്ട് പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് ചോറ് മൊത്തത്തിൽ വിളമ്പിയതിന് ശേഷം ഒരു സൈഡിലായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് ഒരു സൈഡിലായിട്ട് അങ്ങനെ മസാലയും കൂടി വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നിങ്ങൾ എന്തായാലും ബീഫ് ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്